ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് അഡ്വർടൈസിംഗ് ഏജൻസിയാണ് ഫസ്റ്റ് റാങ്ക്. ഒഗിൽവി തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള 10 വർഷമായിട്ടുള്ള ഏറ്റവും ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന അഡ്വർടൈസിംഗ് ഏജൻസി. ഒഗിൽവി ആക്കിയതിന് ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിൽ, ഇന്ത്യൻ സമൂഹത്തിൽ, ഇന്ത്യൻ കൾച്ചറിന്റെ ഭാഗമാക്കി. അതിന്റെ പ്രധാനപ്പെട്ട നായകൻ എന്ന് പറയുന്ന ആളാണ് പീയൂഷ് പാണ്ഡെ. പീയൂഷ് പാണ്ഡെ എന്ന് പറയുന്ന ഇന്ത്യൻ പരസ്യരംഗത്ത് ജീവിച്ചിരിക്കുന്ന ഇതിഹാസം എന്നാണ് ലോക പരസ്യ പ്രസ്ഥാനങ്ങൾ പറയുന്നത്. രാജസ്ഥാനിൽ ജയ്പൂരിലാണ് 1955 പുള്ളി ജനിക്കുന്നത്. 40 വർഷം ആണ് ഒഗ്ലിവിയിൽ വർക്ക് ചെയ്തത്. 40 വർഷം ഒരു വേറൊരു കമ്പനി മാറിയിട്ടില്ല. അതായത് 1982 ഒരു ക്ലയൻറ്റ് സർവീസ് എക്സിക്യൂട്ടീവായിട്ടാണ് പുള്ളി ഈ ഒഗ്ലിവിയിൽ ജോയിൻ ചെയ്തു. ആ സമയത്തും പുള്ളി ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നു, ക്രിയേറ്റീവ് കാര്യങ്ങൾ ഇടപെട്ടിരുന്നു. ആ സമയത്താണ് പുള്ളി പ്രസിദ്ധമായിട്ടുള്ള സൺലൈറ്റ് ഡിറ്റർജൻറ്റ് സോപ്പിന് വേണ്ടിയാണ് പുള്ളി ആദ്യമായിട്ട് ക്യാപ്ഷൻ എഴുതും. പുള്ളി ക്യാൻസ് പോലുള്ള അവാർഡ് ജൂറി കമ്മിറ്റികളിൽ ഇന്ത്യ എന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്. പ്രധാനപ്പെട്ട ക്യാമ്പയിൻസ് ആണ് ലൂണ മോപ്പൾ, ഫെവിക്കോളിന്റെ പരസ്യങ്ങൾ, ക്യാൻസ് അവാർഡൊക്കെ കിട്ടിയിരിക്കുന്ന ഫെവിക്കോളിന്റെ പരസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ അറിയില്ല ശരിക്കും. പിന്നെ ഏഷ്യൻ പെയിന്റ്സ് എന്ന് പറയുന്ന സംഭവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി ഏഷ്യൻ പെയിന്റ് എന്നുള്ള പേരുണ്ടല്ലോ പുള്ളിയുടെ തോട്ടം. ഇന്ത്യയിൽ നമ്മൾ പരസ്യ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പത്മശ്രീ കിട്ടിയിരിക്കുന്നത് പുള്ളിക്കാണ് 2 പ്രാവശ്യം. പുള്ളിയുടെ അധ്യാപകൻ പറഞ്ഞൊരു കാര്യമുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ആരെങ്കിലും നിങ്ങളെ ഒരു സൃഷ്ടിപരമായ പാതയിൽ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാജിക്ക് സൃഷ്ടിക്കാൻ കഴിയും.